ഓക്കെ. ചേച്ചി എന്നോട് പറഞ്ഞു യേശുവാണ് നമ്മളെ സൃഷ്ടിച്ചത്. കാര്യം ഇപ്പൊ മനസ്സിലായോ ഇല്ലയോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? എങ്ങനെയാണ് യേശുവിന്റെ പാത മനസ്സിലായോ സ്വർഗത്തിലേക്ക്? മുഹമ്മദ് മനസ്സിലായോ? മുഹമ്മദ് ഞാൻ പറഞ്ഞത് അതെ മനസ്സിലായോ? അതെ അതെ, ഞാൻ കൗണ്ടർ ചെയ്തോട്ടെ. ചേച്ചി എന്നോട് അല്ല, പറഞ്ഞു, മനസ്സിലായോ ഇല്ലയോ? ആദ്യം കൗണ്ടർ വരട്ടെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ചേച്ചി ഒരു പ്രസംഗം നടത്തിയ പോലെ എനിക്ക് തോന്നിയത്. ചേച്ചി അതെ, പ്രസംഗം ചുരുക്കി പറയും, നടത്തിയപ്പോ ചുരുക്കി കേട്ടില്ല, പറയും. കാതുകൊണ്ട് കേട്ടില്ല. എന്താണ് യേശുവിന്റെ മാർഗം? യേശു എന്താണ് പഠിപ്പിച്ചത്? ഇപ്പൊ പറഞ്ഞതാണ് യേശുവിന്റെ മാർഗം. ഇപ്പൊ പറഞ്ഞതാണ് മാർഗം. ആ മാർഗത്തെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. വേറെ ഓക്കെ 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 മാർഗത്തിലേക്ക് ഓക്കെ, ഞാൻ പോകണ്ട. പറയാം പറയാം. ഒറ്റ അതിൽ എന്താണ് തെറ്റുള്ളത്? എന്താണ് അതിൽ തെറ്റുള്ളത്? തെറ്റുണ്ട്, ഒരു തെറ്റുണ്ട്. എന്താ ചേച്ചി എന്നോട് എന്താണ് പറഞ്ഞു, തെറ്റ്? ഓക്കെ ഞാൻ പറയട്ടെ. ചേച്ചി എന്നോട് പറഞ്ഞു യേശുവാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ദൈവം സൃഷ്ടിച്ചു, ദൈവം മനുഷ്യനായി അവതരിച്ചു പിറന്നു. മനസ്സിലായോ? അതെ അതെ അതെ, ഓക്കെ ഓക്കെ. അങ്ങനെ ശരീരം എടുത്തപ്പോ അദ്ദേഹത്തിന് ഒരു പേര് വേണമായിരുന്നു. ആ പേര് ദൈവം ഇട്ട പേരാണ് യഹോശുവ, യേശു. മനസ്സിലായോ? ഓക്കെ ഓക്കെ, അതിന് കൗണ്ടർ ഉണ്ട്. ചേച്ചി പറഞ്ഞത് ബൈബിളിനെതിരാണ്. ഞാൻ ചോദിച്ച കാര്യത്തിന് ഉത്തരം പറയൂ. ഞാൻ ചോദിച്ച കാര്യത്തിന് ഉത്തരം പറയൂ. ചേച്ചി ഇപ്പൊ ബൈബിളിലേക്ക് ഇപ്പൊ ചാടി കയറണ്ട. ബൈബിളിലേക്ക് ചാടി കയറണ്ട. എന്നോട് അല്ലല്ല, അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ പറഞ്ഞ കാര്യം താങ്കൾക്ക് മനസ്സിലായോ ഇല്ലയോ? താങ്കൾ അത് ചെവി കൊണ്ട് കേട്ടോ. അപ്പൊ ചേച്ചി ഞാൻ പറയുന്നത് ആദ്യം ഒന്ന് കേൾക്കൂ. മനസ്സിലായോ ഇല്ലയോ? കൗണ്ടർ ചെയ്യട്ടെ സിസ്റ്റർ. മനസ്സിലായെങ്കിൽ മനസ്സിലായ കാര്യം കൗണ്ടർ ചെയ്യട്ടെ. സമയം കളയല്ലേ. ഓക്കെ ഓക്കെ, കൗണ്ടർ അല്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെങ്കിൽ മനസ്സിലായ കാര്യം എന്നോട് തിരിച്ചു പറയും. ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി ചുരുക്കി പറഞ്ഞാൽ മതി. പക്ഷെ മനസ്സിലായ കാര്യം പറഞ്ഞു. അത് നിങ്ങൾ മനസ്സിലായതിലെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു തരാം. ചേച്ചി എന്നോട് പറഞ്ഞു യേശുവാണ് നമ്മുടെ സൃഷ്ടാവ് ദൈവം. അല്ല, ബൈബിൾ പ്രകാരം അല്ല. ഒരു ഒറ്റ വചനം മുതൽ എനിക്ക് കൗണ്ടർ ചെയ്യാം. കാരണം യോഹന്നാണ് 1:18 ചേച്ചി വായിക്ക്. യേശു ദൈവത്തിന്റെ പുത്രനാണെന്നാണ് പറയുന്നത്. പോകാം. ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായോ ഇല്ലയോ? മനസ്സിലായ കാര്യം എന്നോട് തിരിച്ചു പറയൂ. അതെ അതെ, ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായോ? അത് മനസ്സിലായ കാര്യം എന്നോട് തിരിച്ചു പറയൂ. അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാം. കാരണം താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എനിക്കങ്ങനെ അറിയാം. താങ്കൾ കാതടച്ചിരിക്കുകയായിരുന്നു. പാതി മനസ്സിലാക്കിയിട്ട് പാതി കാര്യം എന്നോട് ചോദിച്ചിട്ട് റിപ്പീറ്റ് ചെയ്യില്ല. നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടില്ലെങ്കിൽ അത് പറയൂ. ഒരു സെക്കൻഡ്. മുഹമ്മദേ, ലീ സിസ്റ്റർ വളരെ വിശദമായിട്ട് ഇവിടെ പറഞ്ഞപ്പോ മുഹമ്മദ് എവിടായിരുന്നു? മുഹമ്മദ് ഇവിടെ പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നോ? കേട്ടില്ല. എന്തുകൊണ്ട് കേട്ടില്ല? എന്റെ ഫോൺ ഹാങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹാങ് ആയിരുന്നില്ല. എന്നാ മുഹമ്മദ് പോയിട്ട് വരൂ. പിന്നീട് ഹാങ് ഒരു സെക്കൻഡ്. അല്ല, മുഹമ്മദ് പി കെ ഇനി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരിക്കണം. അടുത്ത ആളിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് പ്രിയ കൂട്ടുകാരെ, ഇതിനിടയ്ക്ക് സംസാരിച്ചാൽ നിങ്ങൾ താഴേക്ക് വിടും. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കൂ. അടുത്ത ആളിലേക്ക് പോവുകയാണ്. കൗണ്ട് ചെയ്തിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കേട്ടിട്ടില്ല. സമയം കളയാൻ വേണ്ടി കൗണ്ടർ അടിക്കാൻ വേണ്ടി ഇരിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് കേട്ടില്ല? നിങ്ങൾക്ക് ഒരു ഹാങ്ങും ആയില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ ചെവി അടച്ചിരുന്നു. കാരണം സുവിശേഷം കേൾക്കുമ്പോൾ പിശാചുകൾക്ക് ചെവി അടയ്ക്കേണ്ടി വരും. താങ്കളുടെ ചെവി പിശാച് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചിട്ട് കാതടച്ചിരുന്നു. ഇവരുടെ കാര്യം മനസ്സിലായില്ല. അച്ഛൻ കുഞ്ഞു എല്ലാം കേട്ട് കൗണ്ടർ മാത്രമേ ഉള്ളൂ. അല്ലാതെ അവര് കേട്ടതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇനി ഒന്നും പറയാനില്ല. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ബ്രൂണോ, അച്ഛൻചായ ഒരു സെക്കൻഡ്. ഇനിയും പറയാനുള്ളവരും ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാതെ, നിങ്ങളുടെ കേൾക്കാൻ മാത്രമല്ല നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കും, വളരെ കൃത്യമായിട്ട് കേൾക്കും. അതിനായിരിക്കും ഉത്തരം തരുന്നത്. പക്ഷെ ഞങ്ങൾ പറയുന്നതും ശ്രദ്ധ വെച്ച് കേൾക്കുകയും അതെന്താണെന്ന് പറയുകയും ചെയ്യണം. അതെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അടുത്ത ആളിലേക്ക് പോവാം. ബ്രൂണോ അല്ലേ? ഓക്കെ, ബ്രൂണോ കേൾക്കാമോ?
ബൈബിളിനുള്ളില് ഇപ്പം ഈ വചനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, വചനങ്ങളിൽ ഉള്ളുകൊണ്ട് മറ്റുള്ളവർ പഠിക്കുമ്പോൾ ഒരു തീം ഉണ്ടാവുമല്ലോ. ആ തീം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരാമോ? ഒന്ന് ഡെഫിനേഷൻ ചെയ്യാമോ? താങ്കൾ ഏത് മതവിശ്വാസിയാണ്? അതോ വിശ്വാസിയാണോ? ഞാൻ വിശ്വാസിയാണ്. ഏത് വിശ്വാസി? അത് എന്റെ പേഴ്സണൽ അല്ലേ, ഞാൻ ചോദിക്കുന്നതിനോട് അല്ല, പറഞ്ഞു. നമുക്ക് അല്ലല്ലോ ഉത്തരം പറയുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവല്ലോ. നമുക്ക് അല്ലെങ്കിൽ ബൈബിള് മുഴുവൻ 66 പുസ്തകങ്ങൾ വിവരിച്ചു തരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് താങ്കളൊന്ന് പറയൂ, എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. ഇല്ല, നിങ്ങളുടെ ഇപ്പോ പറഞ്ഞതുപോലെ ബൈബിൾ പ്രകാരം ഇപ്പൊ മറ്റുള്ള ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ സഹോദരനെയോ കൂട്ടുകാരനെയോ പോഷ എന്ന് വിളിക്കുന്നത് പോലും അത് പാപമാണെന്ന് പറയുന്നുണ്ട് അല്ലേ? പറയുന്നില്ലേ? അങ്ങനെയാണ് അത് മാത്രമല്ല, മറ്റു പലതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞാനൊന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നേരത്തെ കുറച്ച് പേര് പറഞ്ഞു, ഇപ്പം ബൈബിളിനെ എടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഖുറാനെ പറ്റി പറയേണ്ടി വന്നു. ഇങ്ങനെ പരസ്പരം തമ്മിലടിക്കുന്നതാണോ ബൈബിളിൽ പറയുന്നത്? ബൈബിളിൽ എന്താണ് പറയുന്നത്? സമാധാനപരമായിട്ട് നിങ്ങൾ ഇത് പോണമെന്നല്ലേ? ഒരു സെക്കൻഡ് സൗകര്യം ഞാൻ സംസാരിച്ചോളാം. എന്റെ പ്രിയ കൂട്ടുകാരൻ ബ്രോണോ, നിങ്ങളുടെ ചിന്ത എന്താണ്? അതായത് നിങ്ങൾക്ക് ദൈവത്തെ കുറിച്ചുള്ള വിശ്വാസം വല്ലതും ഉണ്ടോ? ആ, വിശ്വാസമുണ്ട്. എന്നിലൊരു വിശ്വാസം. ഏത് വിശ്വാസമാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ? നിങ്ങൾ സ്വർഗത്തിൽ പോകുന്ന വിശ്വാസം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇന്ന് സ്വർഗത്തിൽ പോകുന്ന വിശ്വാസത്തെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ദിവസമാണ്. 7ാമത്തെ ദിവസമാണ് ഇന്ന്. അടുത്ത ഇതൊരു 10-15 ദിവസവും കൂടെ പോകും. നിങ്ങൾക്ക് സ്വർഗത്തെ കുറിച്ചുള്ള ഒരു മനോഭാവം പറയൂ കൂട്ടുകാരൻ. ഇല്ല, എന്റെ ഉള്ളിലല്ലല്ലോ, ഞാനിവിടെ പഠിക്കാൻ വന്നതല്ലേ. ഇപ്പം എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങള് കേട്ട് പഠിക്കൂ. നിങ്ങൾ താഴെ ഇരുന്ന് കേട്ട് പഠിക്കൂ. നമ്മൾ അടുത്ത ആളിലേക്ക് പോകട്ടെ. അപ്പം വർഗീയതയാണോ ബൈബിളിൽ പറയുന്നത്? അത്രമാത്രമേ ഉള്ളൂ. ഇല്ലില്ല, വർഗീയത അല്ല കൂട്ടുകാരൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ സ്നേഹത്തിൽ സംസാരിക്കുന്നത്. അതായത് യേശുക്രിസ്തുവിന്റെ പാത സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. മുഹമ്മദിന്റെ പാത നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ? അത് സ്വർഗത്തിലാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഒരു മുസ്ലിം ആണെങ്കിൽ പറഞ്ഞു തരൂ കൂട്ടുകാരാ. ഞാൻ മുസ്ലിം അല്ല, എന്റെ പേരിൽ മുസ്ലിം ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛന്റെ അല്ല, പേര് നമുക്കറിയാം കൂട്ടുകാരാ. നമ്മൾ ഈ ക്ലബ് ഹൗസുകളിലും അതിപ്പോ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഉള്ളത് കൊണ്ട് ഈ തോൽ അണിഞ്ഞുകൊണ്ട് വരും. അതായത് ചെന്നായിരിക്കും, പക്ഷെ ആട്ടിന്റെ തോല് പുറത്ത് കാണും. പേര് കൊണ്ടൊന്നും നമുക്ക് ഈ ഗ്രൂപ്പിൽ ഒരു വ്യക്തിയെ അറിയത്തില്ല, നമുക്കത് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഏത് വിശ്വാസി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള അറിവുണ്ടെങ്കിൽ പറയൂ. യേശുക്രിസ്തുവിൽ കൂടി സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു പാതയുണ്ട്. അതായത് യേശു തന്നെയാണ് ആ പാത. അത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം. അപ്പം നിങ്ങളുടെ വിശ്വാസവും കൂടെ കടന്നു വരേണ്ടി വരും. ഓക്കെ, ഇത്ര സിമ്പിളേ ഉള്ളൂ. ഈ കല്ലിന് പകരം അല്ല, കണ്ണിന് പകരം കണ്ണ്, മൂക്കിന് പകരം മൂക്ക്, അല്ലെന്നെ കൈക്ക് പകരം കൈ എന്നോ എഴുതിയിട്ടില്ലല്ലോ. ബൈബിളിൽ എങ്ങും എഴുതിയിട്ടില്ല, യേശു പഠിപ്പിച്ചിട്ടില്ല. യേശു എപ്പോഴും പറഞ്ഞ സമാധാനപരമായിട്ട് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്കും വേണ്ടി, തലമുറയ്ക്കും വേണ്ടി കരയാന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ഈ വചനം എടുത്ത് മറ്റുള്ള ഖുറാനെ കോമ്പറ്റേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്, സിമ്പിളായിട്ട്. ഇപ്പൊ മുഹമ്മദ് പോയി കിണറ്റി ചാടി അച്ഛൻ പോയി ചാടുവോ? ഇല്ലല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ മനസ്സിലായി ബോണോ, ഇപ്പൊ മനസ്സിലായി. നിങ്ങളുടെ ഉള്ളിൽ മുഹമ്മദിന്റെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നു. അതായത് മുഹമ്മദ്, ഒന്ന് കേട്ടോളൂ എന്റെ പ്രിയ കൂട്ടുകാരെ, ഒന്ന് കേട്ടോളൂ. നിങ്ങളുടെ ഉള്ളിൽ മുഹമ്മദിനെ കുറിച്ചുള്ള ഒരു ചിന്ത ഇരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ക്രിസ്ത്യാനികളെല്ലാം മുഹമ്മദിന്റെ അടുത്തേക്ക് പോയി ഇങ്ങനെ പറയുന്നത്? അപ്പൊ നിങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ, പക്ഷെ ഉള്ളിൽ ഇത്രയും മുഹമ്മദാണ്. എന്റെ പൊന്നു കൂട്ടുകാരാ, ഞങ്ങൾ മുഹമ്മദിനെ ഒന്നും പറയുന്നില്ല. മുഹമ്മദിന്റെ പാത നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ? അല്ല, നേരത്തെ സോൾജിയർ പറഞ്ഞല്ലോ, മുഹമ്മദ് ഇത്ര കോട്ടി ഘോഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വചനത്തിൽ നിന്ന് എടുത്ത് പ്രസംഗിക്കേണ്ടി വന്നത് എന്നൊരു പദം പ്രയോഗം വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ബൈബിളിൽ നിന്ന് എവിടെയാണ് ഈ ടോപ്പിക്ക് പറയുന്നത്? ഒരാൾ ഖുറാനിൽ നിന്ന് ഞങ്ങളെ മതത്തെ ത്യജിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുച്ഛിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വചനം എടുത്ത് പുച്ഛിക്കും എന്ന് എവിടെയാണ് പറഞ്ഞേക്കുന്നതാണെന്ന് എന്റെ ചോദ്യം. അതാണോ എന്റെ കൂട്ടുകാരൻ അറിയാം? അതാണോ പ്രയാസമായിട്ടുള്ളത്? പ്രിയ സ്നേഹിത, പൗലോസ് തന്നെ കേട്ടോളൂ. പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്നു, അതായത് തർക്കിക്കാൻ വരുന്നവരുടെ നാവ് അടക്കിച്ചു എന്ന് വെച്ചാൽ തിരിച്ച് അവർക്ക് സംസാരിക്കാൻ വയ്യാത്ത രീതിയിൽ വളരെ പരിജ്ഞാനത്തോടുകൂടി, അവരുടെ വഴക്ക് കൂടിയിട്ടല്ല, പരിജ്ഞാനത്തോടുകൂടി അവരുടെ നാവുകളെ അടക്കിച്ചു. അവിടെ യേശുവിനെ കുറിച്ച് കൂടുതലായി പ്രസ്താവിച്ചു. അത് ഞങ്ങളുടെ ബൈബിളിൽ ഉണ്ട് കൂട്ടുകാരാ. പിന്നെ പല്ലിന് പകരം പല്ല്, കേട്ടോളൂ, പല്ലിന് പകരം പല്ല്. മൗണ്ടൻ സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. അതാ ഇടയ്ക്ക് പറഞ്ഞോളൂ മൗണ്ടൻ. അല്ല, അദ്ദേഹത്തിന്റെ ചോദ്യം അങ്ങനെയുള്ളതല്ല അച്ഛൻ കുഞ്ഞു പറഞ്ഞത്. ചോദ്യം ഒന്ന് മനസ്സിലാക്കുക. അദ്ദേഹം ചോദിച്ച് നിങ്ങൾ എന്തിനാണ് ഇത് എടുത്തിട്ട് പരിഹസിക്കുന്നത് എന്നാണ്.
ഞങ്ങൾ എവിടെയാണ് ബ്രദറെ ഇവിടെ പരിഹസിച്ചത്? ഒരു എക്സാമ്പിൾ ഇവിടെ ഒന്ന് പറഞ്ഞു തരുമോ? പരിഹസിച്ചത് എവിടെയാണ്? ബ്രദർ അതിനു മുമ്പ് പറയുമ്പോൾ അതിനു മുമ്പ് റെഫറൻസ് തെളിവ് മൗണ്ടൻ വെച്ചിട്ടുണ്ട്. ബ്രദറെ ഇദ്ദേഹം ചോദിച്ചത് ഈ നിങ്ങൾ മുഹമ്മദിനെ എന്തിനാണെന്ന്. പക്ഷെ ഇവിടെ സോൾജർ പറഞ്ഞത് MM അക്ബർ നെ കുറിച്ചാണ് സോൾജർ പറഞ്ഞത്. പക്ഷെ ബ്രൂണോ മനസ്സിലാക്കിയത് മുഹമ്മദിനെ കുറിച്ചാണെന്നാണ് ബ്രൂണോ മനസ്സിലാക്കിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും ഇതൊക്കെ ചേർത്തിട്ട് ബ്രൂണോ സംസാരിച്ചുള്ളൂ. ഓക്കെ. പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് വചനത്തിൽ നിന്ന് അറിവില്ലാത്തവനെ അറിവ് പഠിപ്പിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു മതവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു മതവും മറ്റൊരാളെ അടിച്ചേൽപ്പിക്കാനോ മറ്റൊരു മതത്തിനെ ഈ പുച്ഛിക്കാനോ പഠിപ്പിക്കുന്നില്ല. പക്ഷേ ബൈബിൾ പ്രകാരം ബൈബിൾ എടുത്ത് പ്രസംഗിക്കുന്ന അച്ഛന്മാരോ പാസ്റ്റർമാരോ ഇവരാരും ഈ ഒരു ഈ ദൈവം പറഞ്ഞ പ്രകാരം വചനത്തിൽ പലതും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ നന്മ ചെയ്യാന്നല്ലേ, നന്മ ചെയ്ത് നേരത്തെ ഒരു സിസ്റ്റർ പറഞ്ഞു ദൈവത്തിൽ ഇപ്പം ഇതുപോലെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ വിശ്വസിച്ച് പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് സ്വർഗത്തിൽ പോവും എന്നല്ലേ പറഞ്ഞത് ആണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്ന, മറ്റൊരുത്തനെ ദുഃഖിപ്പിച്ച് കഴിഞ്ഞാൽ അത് പാപമല്ലേ എന്ന് ബൈബിളിലുണ്ട്. മറ്റൊരുത്തനെ എന്റെ പ്രിയ കൂട്ടുകാര ബ്രൂണോ ഒരു സെക്കൻഡ് ബ്രൂണോ, അതായത് എന്റെ ഒന്ന് മൂട്ട് ചെയ്യുമോ ബ്രൂണോ? ഒരു സെക്കൻഡ്. ഓക്കെ. എന്റെ പ്രിയ കൂട്ടുകാരൻ, ഇവിടെ ആരെയും പരിഹസിക്കുന്നില്ല. സ്വർഗത്തിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴി യേശുവിന്റെ പാതയിൽ പോയാൽ ഉറപ്പായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസമുണ്ട്, ഞാൻ ദൈവസന്നിധിയിൽ പോകുമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, എന്റെ മാതാവ് മരിച്ചപ്പോൾ ഒരു 5 മിനിറ്റ് എനിക്ക് ഈ ശവക്കല്ലറയിൽ നിന്ന് പ്രസംഗിക്കാൻ കഴിഞ്ഞു. എന്റെ മാതാവ് എന്റെ ദൈവത്തിന്റെ അടുത്ത് പോകുമെന്നുള്ള 100% വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഞാനും ഇനി എന്ത് ചെയ്യും, കുറച്ചു കഴിഞ്ഞാൽ എന്റെ മാതാവിന്റെ അടുത്തേക്ക് പോകും. മാതാവ് എവിടേക്കാണ് പോയത്? യേശുവിൽ വിശ്വസിക്കുന്നവർ, യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, മാത്രമല്ല എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ എന്റെ അടുത്തേക്ക് വരും, എന്റെ പിതാവിന്റെ അടുത്ത്. അങ്ങനെയെങ്കിൽ എന്റെ മാതാവ് അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. എന്റെ മാതാവ് യേശുവിനെ വിശ്വസിച്ചു, അവിടേക്ക് പോയി. എനിക്കും ഉറപ്പുണ്ട്, ഞാനും ഈ വിശ്വസിക്കാൻ ഈ കേൾക്കുന്നില്ല കേട്ടോ. ഹലോ കേൾക്കുന്നില്ലായിരുന്നു. ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. അപ്പം എന്റെ മാതാവ് പോയ സ്ഥലത്ത് എനിക്ക് ഉറപ്പുണ്ട് സ്വർഗത്തിലേക്കാണ് പോയെന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉറപ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. നമ്മളിവിടെ ആരെയും കളിയാക്കുന്നില്ല. ഞാൻ വീണ്ടും വായിക്കാം. യേശുവിന്റെ പാത സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് ഉറപ്പുണ്ടത്. എന്നാൽ മുഹമ്മദിന്റെ പാത നരകത്തിലേക്കോ എന്ന് ചോദിക്കാൻ, അതോ സ്വർഗത്തിലേക്കോ എന്ന് എഴുതാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഈ കാ വന്നപ്പോഴത്തേക്ക് അവിടത്തേക്ക് അക്ഷരം തീർന്നു. ഇല്ലെങ്കിൽ ബാക്കിയുള്ളതും കൂടെ എന്നാ പിന്നെ ഞാൻ മുഹമ്മദിൽ പഠിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു തോട്ട് പറയും. എനിക്ക് യേശുവിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഒരു 10-40 പേരെ കൊല ചെയ്തിട്ട് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ സ്വർഗത്തിൽ പോകും? ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ബ്രൂണോ ബ്രദറെ ചോദിക്കുന്നത് ഒന്ന് മീറ്റ് ചെയ്യണേ. ബ്രൂണോ സഹോദര, ബ്രൂണോ ബ്രദറിന് ഇവിടെ നിന്ന് എന്താണ് അറിയേണ്ടത് വ്യക്തമായിട്ട് ചോദിക്കൂ. ഇവിടെ എന്താണ് ബ്രൂണോ ബ്രദർ ഇത്രയും നേരം ഇവിടെ പറഞ്ഞതിന്റെ കാര്യമല്ലോ മനസ്സിലായോ? അതായത് ബ്രൂണോ ബ്രദർ ഇന്ന് മരിച്ചാൽ അല്ല കേട്ടു. ബ്രൂണോ ഒന്ന് മ്യൂട്ട് ചെയ്തേ. ബ്രൂണോ ബ്രദർ ഇന്ന് മരിച്ചാൽ ബ്രൂണോ ബ്രദർ ഇന്ന് സ്വർഗത്തിലാണോ അതോ നരകത്തിലാണോ? ബ്രൂണോ ബ്രദർ സ്വർഗത്തിലാണ് പോകുന്നതെങ്കിൽ ഏത് പാതയിലൂടെയാണ് ബ്രൂണോ സ്വർഗത്തിലേക്ക് പോകുന്നത്? അത് ഒന്ന് വിശദീകരിച്ചേ. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കൂ പ്ലീസ്. ആ പാത ദൈവം പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ വിശ്വാസം, പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞല്ലോ. പഴയ നിയമത്തിൽ എൻ്റെ ഒരു തോട്ട് അനുസരിച്ച് വിശുദ്ധ ആലയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധിയുള്ള സ്ഥലത്ത് ആരാധിച്ചിരുന്നു കഴിഞ്ഞാൽ ദൈവം പ്രസാദിക്കും എന്നായിരുന്നു പഴയ നിയമത്തിലുള്ളത്. പക്ഷെ ഞാൻ സ്റ്റഡി ചെയ്തുള്ള പുതിയ നിയമത്തിൽ 2 വേർഷൻ ഉണ്ടല്ലോ. അപ്പോൾ പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേന് 2-3 പേര് എവിടെ കൂടിയിരുന്നാലും
അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിക്, അത് ദൈവത്തിനും നേരത്തെ അറിയായിരുന്നു. കാരണം ഈ വരാൻ പോകുന്ന ജനറേഷനിലും വരാൻ പോകുന്ന തലമുറയിലും പാപം ബ്രൂണോ ബ്രദറെ ബൈബിളിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം തരാൻ നേരത്തെ ബ്രൂണോ ബ്രദർ ഞങ്ങളോട് പറഞ്ഞത് ബൈബിളിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞത്. ബ്രൂണോ ബ്രദർ വന്നിട്ട് ബ്രൂണോ ബ്രദറിന്റെ വിശദീകരണമാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറയൂ പ്ലീസ്. വചനത്തിലാണ് ഞാൻ വരുന്നത്. നിങ്ങൾ പറയുന്ന പാതയാണ് ഞാൻ പിന്തുടരുന്നത്. നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ തന്നെ കൗണ്ടർ പോയിന്റ്. ബ്രൂണോ ബ്രദറെ 2 മിനിറ്റ് എടുത്തിട്ട് ബ്രൂണോ ബ്രദർ ഇന്ന് മരിച്ചാൽ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ? സ്വർഗത്തിലേക്കാണ് എങ്കിൽ ഏത് പാതയിലൂടെയാണ്, എങ്ങനെയാണ് ബ്രൂണോ ബ്രദർ സ്വർഗത്തിൽ എത്തുന്നത്? അതിനെ കുറിച്ചൊന്ന് മാത്രം പറയൂ. 2 മിനിറ്റ് എടുത്തിട്ട് പറയൂ. ഏതൊരു മനുഷ്യനായാലും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശ്വാസത്തിലൂടെ മാത്രമല്ല, അവൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന്റെ പ്രവൃത്തിയിലൂടെയും ദൈവം അവനെ ഇതാക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രോ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, ഞാൻ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, ഞാൻ ദേവനെ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ പോയി എൻ്റെ കൂട്ടുകാരനെ പോഷ എന്ന് വിളിച്ചാൽ പോലും അത് പാപം എന്ന് നിങ്ങളുടെ ബൈബിളിൽ പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ വിശുദ്ധ സൺഡേയിൽ വന്നിരുന്നിട്ട് നിങ്ങളുടെ ബൈബിൾ എന്ന് പറയുന്നത് ബ്രൂണോയുടെ ബൈബിൾ അല്ല. അല്ല ബ്രൂണോ ഒരു മിനിറ്റ്. നിങ്ങളുടെ ബൈബിൾ എന്ന് പറയുമ്പോൾ ബ്രൂണോയുടെ ബൈബിൾ അല്ല. ബ്രൂണോ ബൈബിളിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല ബ്രോ, ഞാൻ ബൈബിളിൽ ഇതിന് ഉത്തരം പറയൂ ബ്രൂണോ ബൈബിളിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ബൈബിൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്രൂണോ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് കേൾക്ക്. അതായത് നിങ്ങളുടെ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു എന്ന് ബ്രൂണോ പറയുമ്പോൾ ബ്രൂണോ ബൈബിളിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഞങ്ങൾ കരുതുന്നതിൽ തെറ്റുണ്ടോ? തെറ്റുണ്ട്. എന്താണ് ബ്രൂണോ ബ്രൂണോ ചോദ്യത്തിന് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരൂ. ബ്രൂണോ മരിച്ചാല് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകുന്നതെന്ന് ബ്രൂണോ വിശ്വസിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തത്, സ്വർഗത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഏത് രീതിയിലാണ്, ഏത് പാതയിലൂടെയാണ് ബ്രൂണോ സ്വർഗത്തിൽ എത്തുന്നത്? അല്ലെങ്കിൽ എങ്ങനെ? അതിനെക്കുറിച്ച് മാത്രം പറയൂ. എന്റെ രീതിയിൽ വചനപ്രകാരം ജീവിച്ചാൽ മാത്രം. ഏത് വചനപ്രകാരം? ഏത് വചനത്തിലാ എന്റെ കൂട്ടുകാരാ? ഒന്ന് പറഞ്ഞതാ, ഏത് വചനത്തിലാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത്? ഈ അച്ഛൻ ബ്രോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഏതാന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. എല്ലാം ഒരു ഹൈഡാണ്. ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള റീസൺ തരാം. ഒരുത്തന്റെ ഉള്ളില് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ ഞാൻ എന്താണെന്ന്. ഒരിക്കലും ഈ ഇരിക്കുന്ന സോൾജിയറിനോ തോമസ് എന്ന് പറയുന്ന ബ്രോയ്ക്കോ അച്ഛൻ എന്ന് പറയുന്ന ആൾക്കോ അറിയത്തില്ല. അപ്പം അവന്റെ ഉള്ളിലാണ്. പുതിയ നിയമപ്രകാരം നിങ്ങൾ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്തൊക്കെ അറിയത്തില്ല എന്ന് ബ്രദർ പറയണ്ട. ബ്രദറിന്റെ കാര്യം ചോദിക്കുകയാണ് ഞങ്ങൾ. ബ്രദറിന്റെ കാര്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് എന്തെല്ലാം അറിയാം, ഞങ്ങൾക്ക് എന്തെല്ലാം അറിഞ്ഞുകൂടാ എന്ന് ബ്രദർ തീരുമാനിക്കണ്ട. അത് ബ്രദർ പറയണ്ട. പറയൂ. ഞങ്ങൾ ചോദിച്ചതിന് മാന്യമായ ഉത്തരം പറയൂ ബ്രദറെ. ഞങ്ങൾ മാന്യമായിട്ടല്ല ചോദ്യം ചോദിക്കുന്നത്. ബ്രദറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ബ്രദറിനോട് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ബ്രദറിന്റെ സ്റ്റാൻഡ് ഞങ്ങൾക്ക് അറിയണം. എന്നിട്ട് വേണം ബ്രദറിനോട് സംസാരിക്കാൻ. ഓക്കെ, ബൈബിൾ പറയുന്നത് ശരിയാണ്, ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ പറയുന്നത് പലതും നിങ്ങളുടെ മാനസികമായി നിങ്ങൾ പലരോടും ചെയ്ത പ്രവൃത്തി വെച്ചിട്ട് കോട്ട് ചെയ്ത് ബൈബിളിനെ പ്രസംഗിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഉണ്ട ഫീലിംഗ് ആണ് ഞാൻ ഈ പറഞ്ഞത്. മുഹമ്മദോ അല്ലെന്നുണ്ടെങ്കിൽ നബിയോ ആരോ എന്തോ പറഞ്ഞോട്ടെ, പക്ഷെ അങ്ങനെ ചെയ്യണമെന്ന് ബൈബിൾ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് പാപമല്ല. ബ്രദറെ, ഞാനൊരു വാചനം വായിക്കാം ഇവരുടെ കാര്യത്തെ പറ്റി. അത് കഴിഞ്ഞിട്ട് അച്ചുകുഞ്ഞു ബ്രദർ പറയൂ. ഖുർആൻ 2:48 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഒരാൾക്കും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അന്ന് ഒരാളിൽ നിന്ന് ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുന്നതല്ല, അവർക്കൊരു സഹായവും ലഭിക്കുകയില്ല, ഒരാളിൽ നിന്ന് ഒരു പ്രായശ്ചിത്തവും മേടിക്കുകയില്ല. ഇതിന്റെ അർത്ഥം മുഹമ്മദിന് പോലും ശുപാർശ ചെയ്ത് ഇവരെ ആരെയും സ്വർഗത്തിലേക്ക് കയറ്റാൻ കഴിവില്ല. അന്നത്തെ ദിവസം അവനവന്റെ പാപങ്ങളും ചുമന്നുകൊണ്ട് അവനവൻ നിൽക്കണം. മുസ്ലിങ്ങൾക്ക് ഒരു രക്ഷയും ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റില്ല. എത്രാമത്തെ അധ്യായം? 2 അൽ ബഖറയിൽ 48 ഞാൻ വായിച്ചത്.
ഓക്കെ 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 ഓക്കെ. ഓക്കെ. പിന്നെ അതിന് വേറൊന്നും കൂടി. സഹീഹൽ ബുഖാരി ഹദീസ് 2374 ആയിഷ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, ഒരുവന്റെ പ്രവൃത്തിയുടെ ഫലം കൊണ്ടല്ല ഒരുവൻ സ്വർഗത്തിൽ എത്തുന്നത്. അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ ഒരുവൻ ജന്നത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പൊ ആയിഷ ചോദിച്ചു, അത് താങ്കൾക്കും ബാധകമാണോ? അപ്പോൾ നബി പറഞ്ഞു, അതെ, അതെനിക്കും ബാധകമാണ്. അപ്പൊ ഒരു തീർച്ചയില്ല, പ്രവാചകന് പോലും അറിയത്തില്ല അള്ളാഹു എന്താണ് വിചാരിച്ചിരിക്കുന്നതെന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഖുറാൻ 33:56 പറഞ്ഞത്, തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ പ്രാർത്ഥിക്കുന്നു, സത്യവിശ്വാസികളെ നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. അതായത് ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവരുടെ എല്ലാം പ്രാർത്ഥന കേട്ട് അള്ളാഹു അദ്ദേഹത്തിന് മേൽ കാരുണ്യവും ശാന്തിയും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് തീർച്ചയുണ്ടായിരുന്നില്ല. അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ ഒരുവൻ ജന്നയിൽ പ്രവേശിക്കുള്ളൂ, അവന്റെ പ്രവൃത്തി കൊണ്ടല്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു സൽപ്രവൃത്തി ചെയ്താൽ പോകുന്നു, അങ്ങനെയല്ല. അവർക്ക് അങ്ങനെയല്ല വിശ്വാസം. വിശ്വാസികൾ മാത്രമല്ല, അള്ളാഹുവും പിന്നെ മലക്കുകളും എല്ലാം ഇദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇവരൊക്കെ ഇതൊന്നും മനസ്സിലാക്കാതെയാണ്. ഇല്ല, ഒരു കാര്യം അല്ലല്ല, 1400 വർഷവും എന്റെ ബ്രോ കേട്ടോളൂ, 1400 വർഷവും ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആ സ്ഥലത്ത് എത്തുമെന്നുള്ള ഗ്യാരണ്ടി പോലും ഇപ്പോഴും ഇല്ല. എന്നാൽ ഞാനൊരു വാക്യം വായിക്കാം, നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾക്കാണല്ലോ ഇപ്പൊ വിശ്വാസം ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞത്. അതായത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21 മുതൽ ഞാൻ വായിക്കാൻ പോവുകയാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ പിതാവിന്റെ ഇഷ്ടം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഭൂമിയിലേക്ക് പുത്രനെ അയച്ചു, ആ പുത്രന്റെ വാക്ക് കേൾക്കുന്നവൻ രക്ഷിക്കപ്പെടും, അവന് സ്വർഗത്തിൽ പോകാനൊക്കും. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അപ്പൊ പലരും പറയും, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് നീ അവസാനം എന്നെ നരകത്തിലേക്ക് വിടുന്നെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത്, അത് പറഞ്ഞ് അത്ഭുതം പ്രവർത്തിക്കുന്ന, അതായത് ഒരുവൻ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ വ്യക്തിയുടെ വിശ്വാസം, അതായത് പ്രാർത്ഥിച്ച ആളുടെ വിശ്വാസം അല്ല, ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ആ വ്യക്തി വിശ്വസിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ നടന്നു. അങ്ങനെ പ്രവർത്തിച്ചത് യവൻ വിചാരിക്കുന്നത് യവന്റെ പ്രാർത്ഥന കൊണ്ടാണ് അവിടെ നടന്നെന്ന് അല്ല, ആ വ്യക്തി വിശ്വസിച്ചത് കൊണ്ടാണ്. അടുത്തത് എന്താ പറയുന്നതെന്നറിയാം? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് പറഞ്ഞവനോട് അവൻ എന്റെ അമ്മ ആർ, എന്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈ നീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരങ്ങളും എന്ന് പറഞ്ഞാൽ യേശു പറയുന്നത് അനുസരിക്കുന്നവർ ആരാണോ അവരാണ് എന്റെ സഹോദരന്മാരും അമ്മയെന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 6:40 ഇങ്ങനെ പറയുന്നു, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പൊ എന്റെ പ്രിയ സ്നേഹിത, നിങ്ങൾ വെറുതെ കിടന്നിട്ട് ഞാൻ ഇപ്പൊ സ്വർഗത്തിൽ പോകുന്നുള്ള ഉറപ്പ് പോലും പറയാൻ കഴിയാതെ നിങ്ങൾ നിന്ന് വിയർക്കുമ്പോൾ നിങ്ങൾ ഇത് മനസ്സിലായിക്കൊള്ളുക. ഒന്നുകൂടി വായിച്ചു കേൾപ്പിക്കാം. 6:40 യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാമത്തെ വാക്യം, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന യവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒരു സെക്കൻഡ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പിറുപിറുത്തു. അതായത് യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ അടുത്തുനിന്ന് ഇറങ്ങി വന്നതാണ്. അത് നിങ്ങൾക്കടുത്ത് എത്ര നേരം പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. അപ്പം അവരെന്ത് ചെയ്തു? പെട്ടെന്ന് അവർക്കുള്ള ചിന്ത ഇത് മാത്രമായിരുന്നു, ഈ ഭൂമിയിൽ അന്ന് പിതാവായി കണക്കുകൂട്ടിയിരുന്നത് ആരെയായിരുന്നെന്നറിയാമോ? യേശുവിന്റെ പിതാവ്. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് 6:42, ഇവൻ യോസേഫിന്റെ പുത്രനായ യേശു അല്ലയോ, അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നില്ലയോ, പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. എന്റെ പൊന്നു കൂട്ടുകാരാ, നിങ്ങൾ ഇപ്പോഴും ഈ യോസഫിന്റെയോ മറ്റുള്ളവരെ മകനാണെന്നും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാലേ ചിലപ്പോ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ല. നിങ്ങൾ ആദ്യം വിശ്വസിക്കുക പിതാവായ ഹലോ പോലും കേൾക്കുന്നില്ലല്ലോ. ഹലോ
കാര്യം ചോദിച്ചോട്ടെ, ഞാനൊരു കാര്യം ഈ വചനം അല്ല പറഞ്ഞു ചോദിക്കാൻ വരട്ടെ കൂട്ടുകാരാ, ഞാനിതൊന്ന് പറഞ്ഞു കഴിയട്ടെ. നീ അല്ല നിങ്ങൾക്കല്ലേ അസൂയപ്പെടുന്ന ഉറപ്പില്ലാത്തത്? ഞാൻ അതാണ് ഒരു എന്റെ ചോദ്യം. ബോൺ നിങ്ങൾക്കല്ലേ ഉറപ്പില്ലാത്തത്? ഞാനൊന്ന് പറഞ്ഞു കഴിയട്ടെ. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്റെ അമ്മയുടെ മരണം കേൾക്ക് കൂട്ടുകാരാ, നിങ്ങൾ എന്തിനാണ് ഇത് എടുക്കുന്നത്, മൂട്ടെടുക്കുന്നത്? അല്ല നിങ്ങൾ മരണം കഴിഞ്ഞ സമയത്ത് വ്യക്തമായി, ഇനി നിങ്ങൾ മൂട്ടെടുത്താൽ, എന്റെ പ്രിയ കൂട്ടുകാരെ മൂട്ടെടുത്താൽ നിങ്ങൾ താഴെ ഇറക്കും കേട്ടോ. പറഞ്ഞു കഴിയട്ടെ, അതിനുശേഷം പറയാമല്ലോ, നിങ്ങൾക്ക് പറയാൻ സമയം തരാമല്ലോ. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്റെ മാതാവ് മരിച്ച സമയത്ത് അതേ ശവക്കോട്ടയിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്റെ അമ്മ പോയ സ്ഥലത്ത് ഞങ്ങൾ, എന്റെ അമ്മ എന്റെ പിതാവിന്റെ അടുത്ത്, ദൈവത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്റെ അമ്മ ഇപ്പോൾ ഉറങ്ങുകയാണ്. തീർച്ചയായിട്ടും ഞാനും ഈ ലോകം വിട്ടു പോകുന്ന സമയത്ത് ഞാനും എന്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. എന്റെ അമ്മ യേശുവിന്റെ അടുത്തേക്ക് പോകും, ഞാനും അത് പോകും. ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ അത്രത്തോളം വിശ്വാസമുണ്ട് കൂട്ടുകാരാ. എന്നാൽ നിങ്ങൾ എങ്ങനെ പോകുന്നുള്ള വിശ്വാസം ഒന്ന് പറയൂ. ഓക്കെ, ഇനി പറയൂ. ഈ അമ്മ പോയപ്പം തിരിച്ച് യേശുവിന്റെ അടുത്തേക്ക് പോകുമെന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞ വിശ്വാസമുണ്ടോ? എന്റെ പ്രിയ സ്നേഹിത, ഈ യേശുക്രിസ്തു പറഞ്ഞത് അതുപോലെ സംഭവിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞത് അതുപോലെ സംഭവിക്കുന്നു. അതിനെ കുറിച്ച്, നിങ്ങൾ ഈ പറഞ്ഞതിനെ കുറിച്ച് എന്റെ നിങ്ങൾ ഇടയ്ക്ക് കയറാതിരിക്കും. അതായത് നിങ്ങൾ ചോദിച്ച സംശയം സാധാരണ എല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ അതിലൊരു വാക്യം വായിക്കാം. ഓക്കെ, എന്റെ ഡൗട്ട് ഇവിടെ ക്ലിയർ ആയിട്ടില്ല, അപ്പോഴാണ് നിങ്ങൾ വാക്യം വായിക്കാൻ പോകുന്നത്. നിങ്ങൾ തന്നെ പറയുന്നു യേശുവിന്റെ അടുത്തേക്ക് എൻ്റെ അമ്മ പോയത്. അമ്മ തിരിച്ചു വന്നിട്ട് പറഞ്ഞോ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ പറയുന്ന എല്ലാം അംഗീകരിക്കാം. നിങ്ങളുടെ വചനം തന്നെ പറയുന്നുണ്ട്, സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത്, അവന്റെ വഴികൾ ഒന്നും തിരഞ്ഞെടുക്കരുത്. അപ്പം വേറെ ഒരുത്തൻ നിങ്ങളുടെ മതത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതേ വാളെടുത്ത് തിരിച്ച് ചാടരുതെന്നാണ് ടോപ്പിക്. അത് ബൈബിളിൽ പറയുന്നുണ്ട്. അതനുസരിക്കാണ്ട് കുറെ വചനം എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനായാലും സോൾജർ ആയാലും ആരായാലും ഇത് കേട്ടോളൂ കൂട്ടുകാരാ. ബ്രൂണോ ഇനി ഞാൻ പറഞ്ഞു തീരുന്നത് വരെ നിങ്ങൾ മൂട്ടെടുക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതിന് ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ ഒക്കും? എന്നാല് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്കായിരുന്നു വരുന്നത്. നിങ്ങൾ എന്തിനാണ് മൂട്ടെടുത്തത്? എന്റെ അമ്മ ഇവിടെ വന്ന് പറഞ്ഞോന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത്. അതിന് യേശു വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഞാൻ പറഞ്ഞു കഴിയുന്നത് വരെ നിങ്ങൾ അതിനകത്ത് സംസാരിക്കരുത് കേട്ടോ, അത് കഴിഞ്ഞിട്ട് സംസാരിക്കൂ. 20 മുതൽ ലാസർ എന്നു പേരുള്ള ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീടുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്നു അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അതായത് മരിച്ചവരുടെ ദൈവമല്ല, ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് ഇന്നും ജീവിച്ചിരിക്കുന്നു. നോക്കിക്കോളൂ. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അതായത് നരകത്തിന്റെ ഒരു അവസ്ഥ പറയുന്നത് ഗന്ധക പൊയ്യ എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ പാതാളത്തിൽ എന്താണ്? ഈ തീ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. അടുത്തത് നോക്കണം. അബ്രഹാം, മകനെ, നിന്റെ ആയുസ് നീ നന്മയും ലാസർ ആ വണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനെ അവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. എന്റെ കൂട്ടുകാരൻ ചോദിച്ചല്ലോ, എന്റെ മരിച്ചിട്ട് എന്റെ അമ്മ വന്നിട്ട് പറഞ്ഞാണെന്ന്. ഇല്ല, ഇനി അടുത്തത് നമ്മുടെ കേട്ടോളൂ കൂട്ടുകാരാ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പം ഈ വ്യക്തി, ഈ ധനവാൻ പറഞ്ഞു, എന്നെ പോലാണ് എന്റെ സഹോദരങ്ങൾ ജീവിക്കുന്നത്. അവിടെ മറ്റുള്ളവര് എന്തെങ്കിലും ഈ ധർമ്മമൊക്കെ ചെയ്തും അതുപോലെ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയുന്നൊക്കെ നോക്കിക്കൊണ്ടാണ് ഈ ധനവാൻ അവിടെ ജീവിച്ചിരുന്നത്. ഇപ്പോഴെന്ത് ചെയ്തു? അവൻ പാതാളത്തിലേക്ക് വന്നു. എന്നാൽ അവന്റെ സഹോദരന്മാരും അങ്ങനെ തന്നെ ജീവിക്കുന്നു. അവരെങ്കിലും ഈ ഭൂമിയിലേക്ക് വരാൻ
ഇടവരരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പറയുകയാണ്, ഈ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ലാസറിനെ അങ്ങോട്ട് പറഞ്ഞു വിടണമെന്ന്. അപ്പോഴാണ് പറഞ്ഞത് അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇന്ന് അവിടെ ഒരു മീറ്റിംഗ് നടന്ന് എന്റെ അമ്മ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ വിശ്വസിക്കണമെന്നില്ല, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതായത് എന്റെ അമ്മ പോയ സ്ഥലം ഇന്നതാണെന്നും എന്റെ അമ്മ ഇനി എന്ത് ചെയ്യണം ഇങ്ങോട്ട് വന്ന് പറയാതെ നമ്മൾ ഇതേ പ്രകാരം യേശുവിന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ അമ്മ ഇരിക്കുന്ന സ്ഥലത്ത് പോകാമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്നാൽ എന്ത് ചെയ്തെന്നറിയാം, അബ്രഹാം പിതാവ് അവനോട് പറഞ്ഞെന്താണ്, മോശയും പ്രവാചകന്മാരും ഉണ്ടെന്ന്. അതായത് ഇന്ന് ഉപദേശിമാരുണ്ട്, പാസ്റ്റർമാരുണ്ട്, തിരുമേനിയുണ്ട്, അച്ഛന്മാരുണ്ട്. അപ്പൊ അവരുടെ വാക്ക് കേൾക്കാഞ്ഞാൽ അടുത്ത് നോക്കണം. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. ഇത് കേട്ടോ, ഇടയ്ക്ക് കയറരുതേ, ഇടയ്ക്ക് കയറരുതേ, ഇടയ്ക്ക് കയറരുത്, ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഇതൊന്ന് വായിച്ച് കഴിയട്ടെ കൂട്ടുകാരാ. അതിന് പറഞ്ഞെന്താണെന്നറിയാം, അവനോട് അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല. നിങ്ങളുടെ കൂട്ടുകാരനോ അല്ലെ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് സ്വർഗത്തെ കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്തിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളടുത്ത് ഒരു മരിച്ച ഒരാൾ രാത്രിയിൽ 12 മണിക്ക്, അതായത് മരിച്ച് അടക്കപ്പെട്ട് 3 ദിവസം കഴിഞ്ഞ് രാത്രി 12 മണിക്ക്, ഇതുവരെ ഭൂമിയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല അച്ചോ. എന്റെ പ്രിയ കൂട്ടുകാരാ, അതാണ് നിങ്ങൾക്ക് വിശ്വാസമില്ല. എന്റെ പ്രിയ സ്നേഹിത, നിങ്ങൾക്കറിയണോ? അല്ല, ഒന്ന് ബ്രൂണോ, ഇത് നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞു. ഞാൻ ഇനി നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളെ താഴെ ഇറക്കി മറ്റുള്ളവരുടെ ഉത്തരം പറയാൻ പോവുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. യേശു ഇന്ന് കേക്ക് കൂട്ടുകാരെ, വെറുതെ കിടന്ന് വെപ്രാളം ഉണ്ടാക്കാതെ. അതായത് യേശു ബ്രൂണോ എന്റെ സിമ്പിൾ നിങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം, അത് പറഞ്ഞു കേട്ടോളൂ. അതായത് ബ്രൂണയ്ക്ക് ഇത് അറിയത്തില്ല, എനിക്കറിയാം. സത്യം. ഇനി നിങ്ങൾ മൂട്ടെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ താഴെ ഇറക്കും കേട്ടോ. അതായത് നിങ്ങൾക്കിത് അറിയത്തില്ല, എനിക്കറിയാം. അതിന്റെ കാരണം എന്താണെന്നറിയാം, ഈ ദൈവം, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ താഴെ പോയിരിക്കും, നിങ്ങൾ മേലെ വന്നിട്ട് നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചെന്നറിയാം. അതായത് ഞാൻ തന്നെയാണ് ബ്രൂണോയെ താഴേക്ക് വിട്ടത്. അതിന്റെ കാരണം എന്താണെന്നറിയാം, അതായത് നിങ്ങൾ പറയാൻ വിടുന്നില്ല. എന്റെ പൊന്നു കൂട്ടുകാരെ ബ്രൂണോ, അതായത് നിങ്ങൾക്ക് അറിയത്തില്ല. അതിന്റെ കാരണം എന്താണ്, നിങ്ങൾക്ക് ഈ സ്വർഗത്തിലേക്ക് പോകുന്ന വഴി അറിയത്തില്ല. എന്നാൽ എനിക്കറിയാം. ഞാൻ ഇന്ന് ഈ സ്ഥാനത്ത് ഇരിക്കുന്നുവെങ്കിൽ ഞാൻ വളരെ കുടിച്ചും ഉന്മുക്തനായി കാണുന്ന തെരുവിൽ കിടന്നുറങ്ങിയവനാ. എന്നാൽ എന്റെ ദൈവത്തെ വിശ്വസിക്കിയാൽ എന്ത് ചെയ്തെന്നറിയാം, ഞാൻ വിശ്വസിച്ചതിന്റെ 3-ാമത്തെ ദിവസം ഞാൻ കുടിച്ചതുപോലെ മറന്നുപോയി. അങ്ങനെ ആദ്യമായിട്ട് ദൈവത്തിന്റെ ശക്തി അറിഞ്ഞിട്ട് ഈ ദൈവത്തെ കുറിച്ച് പഠിക്കുകയാണ്. അനേകം പേർക്ക് രോഗസൗഖ്യം വരുന്നത് ഞാൻ വ്യക്തമായിട്ടും കണ്ടിട്ടുണ്ട്. എന്റെ കൂട്ടുകാരൻ ദൈവത്തിനെ വിശ്വസിക്കാതെയും കൗൺസിലിംഗ് മൂലം ഒത്തിരി പേര് മദ്യപാനം ഉപേക്ഷിക്കുന്നുണ്ടല്ലോ, അങ്ങനെ അല്ല പ്രിയ സ്നേഹിത, ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് കൂട്ടുകാരാ. അതായത് മരുന്ന് കഴിച്ചിട്ട് വന്ന് അവര് വീണ്ടും കുടിച്ചിട്ട് തളർന്നു പോയ ആൾക്കാരെ എനിക്കറിയാം. ഞാൻ ഇന്ന് വളരെ വർഷങ്ങളായി ഞാൻ കുടിച്ചിട്ട്, ഞാൻ ഇന്നും ആരോഗ്യത്തോടു കൂടി ഇന്നും ഇരിക്കുന്നു. നാളത്തെ വിഷയം എനിക്ക് അറിയത്തില്ല. ഓക്കെ കൂട്ടുകാരാ, അതുകൊണ്ട് എക്സാമ്പിൾ എത്ര വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാം കൂട്ടുകാരാ, നിങ്ങൾക്ക് എത്ര വേണം. അതായത് കുടി നിർത്തി, ഇഞ്ചക്ഷൻ കുടി നിർത്തി, ഇത് കേട്ടോട് കൂട്ടുകാരാ. അല്ല അച്ഛൻ ബ്രദർ, ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് SK ബ്രദറിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വേറെയും കുറെ ആൾക്കാർ ഉണ്ട്. അല്ല, എനിക്ക് ഞാൻ വാക്കുകളൊന്ന് മുഴിപ്പിച്ചോട്ടെ, ഞാൻ അത് പറഞ്ഞ് തീർത്തിട്ട് അതിനുശേഷം അടുത്ത ആളിലേക്ക് പോവാം. ഓക്കെ. അതായത് ഈ പറഞ്ഞ എന്താണെന്നറിയാം, മരിച്ചവൻ എണീറ്റ് ചെന്നാലും വിശ്വസിക്കത്തില്ല. ആര് വിശ്വസിക്കും? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് പറയുകയാണ് യേശുക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ ആ മനുഷ്യന്റെ വാക്ക് വിശ്വസിക്കുമോ? രാത്രി 12 മണിക്ക് വന്ന് നിങ്ങളുടെ വാതിൽ തട്ടിയാൽ ആ വ്യക്തിയെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും? അല്ല, രാത്രി ആയതുകൊണ്ട് ഭയം. പകല് 12 മണിക്ക് വന്നാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കും. അയാൾ പറഞ്ഞു ഇത്രയും പറയാൻ മാത്രമേ എനിക്കുള്ളൂ, നിങ്ങൾ യേശു എന്ത് പറഞ്ഞു അതനുസരിച്ച് ജീവിച്ച സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയാണ്. ഈ കേട്ടിരിക്കുന്ന വ്യക്തി പോയിട്ട് അടുത്ത വീട്ടിലോ മറ്റുള്ള ബന്ധുമിത്രാദികളോടൊക്കെ പോയി പറഞ്ഞാൽ എന്ത് പറയും? മരിച്ചാൽ ഇന്നലെ വന്നായിരുന്നു, എന്റെ അടുത്ത് ഇന്ന പറഞ്ഞിട്ടുണ്ട്. അവരുടെ വാക്ക് കേൾക്കുമോ? അവന് പ്രാന്താണെന്ന് പറയും. എന്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങൾ ഒന്ന് വിശ്വസിക്കൂ. അതായത് യേശു പറഞ്ഞത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അന്ത്യകാലത്ത് നടക്കേണ്ടത് അതുപോലെ സംഭവിക്കുന്നു. അതായത് നിങ്ങൾ പോയി പ്രാർത്ഥിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുന്നത്
എന്റെ ദൈവം തരുമെന്ന് പറഞ്ഞാൽ അത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കിട്ടാതിരിക്കുന്നുവെങ്കിൽ അവന്റെ അവിശ്വാസം മുഖാന്തരമാണ്. അവൻ വിശ്വാസമില്ലാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നില്ല, അവൻ പ്രവർത്തിക്കുന്നില്ല ദൈവം. അതുകൊണ്ട് പൊന്നു കൂട്ടുകാരെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ഇത് ഉറപ്പ് തന്നെ.